ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനലിൽ നമ്മൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്കൂട്ടേഴ്സ് മാത്രം എക്സ്പ്ലോർ ചെയ്താൽ പോരാ, ബൈക്കുകൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലെ 11ാമത്തെ ബ്രാൻഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒഡീസെ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഒഡീസയ്ക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവർക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രിക് ബൈക്കുകളുണ്ട്. ഒഡീസയുടെ വണ്ടികൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത് എറണാകുളത്ത് അബാൻ മോട്ടോഴ്സിലാണ്. അബാൻ മോട്ടോഴ്സിൻ്റെ ഷോറൂം ഉള്ളത് പാലാരിവട്ടം ബൈപ്പാസിലാണ്. അപ്പോൾ ഒഡീസയുടെ പറ്റി പറയുകയാണെങ്കിൽ, ഒഡീസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവാറ്റോ എന്ന് പറഞ്ഞ CNG കമ്പനി എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണ് ഇന്ത്യയിൽ. ഈ ലോവാറ്റോ എന്ന് പറഞ്ഞ CNG കമ്പനിയുടെ ഒരു അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒഡീസ എന്ന് പറഞ്ഞാൽ. ലോവാറ്റോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നൊരു ഇന്ത്യൻ ബ്രാൻഡാണ് ഈ ഒഡീസ എന്ന് പറഞ്ഞാൽ. ഒഡീസ എന്ന് പറഞ്ഞ വണ്ടി ആക്ച്വലി മെയ്ഡ് വരുന്നത് അഹമ്മദാബാദാണ്, ഗുജറാത്തിൽ. ബട്ട് 4 മോഡൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 2 ആർട്ടിഫിഷ്യൻ ആവശ്യമില്ലാത്ത ഒരു ആർട്ടിഫിഷ്യൻ ആവശ്യമുള്ള ഇലക്ട്രിക് സ്കൂട്ടർ, പിന്നെ ഒരു നല്ലൊരു അടിപൊളി സൂപ്പർ ബൈക്ക്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയുടെയും വാക്ക് അറൗണ്ട്, അതുപോലെ തന്നെ പ്രൈസ്, അതിൻ്റെ റേഞ്ച്, മോട്ടറിൻ്റെ പവറൊക്കെ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒഡീസയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള ഇവോക്കീസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ബൈക്ക് ഡിസൈനിൽ വരുന്ന ബൈക്കാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു റേസിംഗ് സൂപ്പർ ബൈക്കായിട്ടുള്ള R15ഉം അതുപോലെ തന്നെ CBRൻ്റെ ഒക്കെ ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത്. ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഒരു ഇലക്ട്രിക് ബൈക്കാണെന്ന് പറയാൻ കഴിയില്ല. അതുപോലത്തെ ഒരു ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സൈസും ഉണ്ട് നേരിട്ട് കാണുമ്പോൾ. സ്പോർട്ടി ബൈക്കുകളുടെ ഫീൽ തരുന്ന നല്ലൊരു വിൻഷീൽഡ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന 2 മിറേഴ്സ്, ഹെഡ്ലൈറ്റിന് ഡേ ലൈറ്റ് ആയിട്ടുള്ളൊരു ചെറിയ 2 സാധനങ്ങൾ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ LED ആയിട്ടുള്ള 2 ഹെഡ് ലാമ്പുകൾ. 110/70 15 ടയറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഡബിൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. നമ്മളൊരു ഹൈ എൻഡ് സ്പോർട്സ് ബൈക്കിലൊക്കെ വരുന്ന പോലെ ഡബിൾ ഡിസ്ക് ബ്രേക്ക്, അപ്പോൾ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, LED ഇൻഡിക്കേറ്റർ. നല്ല നീളം വലിപ്പമുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അതിൻ്റെ സൈസ് അറിയുള്ളൂ. ഇവിടെ V6 എന്ന് പറഞ്ഞൊരു സ്റ്റിക്ക് ബാഡ്ജിങ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് ആയിട്ട് കാണാത്തതാണ് ഇവോക്കീസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്. പവർ റേസർ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സ്പോർട്ടി ഫീലിലാണുള്ളൊരു സ്റ്റിക്കർ വർക്കാണ്. ബാക്കിലെ ടയറിലേക്ക് വരുമ്പോൾ 140/70 15 ടയറാണ്. ഇത് നല്ല വീതിയും സൈസും ഉണ്ട്. നമുക്ക് സ്പോർട്ടി ഫീല് മാത്രമല്ല, റൈഡ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഫീൽ കൂടി തരാനുള്ളൊരു അത്രയും വലുപ്പത്തിലുള്ള ടയറും പിന്നെ അത് ഗ്രിപ്പും ഉണ്ട്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ വന്നിരിക്കുന്നത് മോണോഷോക്കാണ്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആണ്. ഇലക്ട്രിക് ബൈക്ക് ആണെങ്കിലും നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ഒരു അതേ ഷേപ്പിൽ ഇവിടെ കൊടുത്തിട്ടൊരു ടാങ്ക്, ഒരു ഡമ്മി ടാങ്ക് ഒക്കെ പറയാം. അപ്പോൾ അതിനെ നമുക്ക് ഫ്യൂവല് ഫില്ല് ചെയ്യുന്ന ലിഡ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക് ബൈക്കാണെന്ന് ഫീൽ ചെയ്യില്ല. ഇവിടെ ടാങ്കിൻ്റെ സൈഡിൽ ഒഡീസയുടെ സ്റ്റിക്കറുണ്ട്. കഴിഞ്ഞാൽ ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹൈ എൻഡ് ബൈക്കുകളൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഡിസൈനാണ്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാത്രം. ബാറ്ററിയുടെ ചാർജ്, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കാണാം. നമുക്ക് R15ഉം അതുപോലെ തന്നെ CBRലൊക്കെ വരുന്നത് സ്പോർട്ടി ആയിട്ടുള്ളൊരു ഷോർട്ട് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ പാർക്കാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് മോഡ്സിൻ്റെ ബട്ടൺ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർക്ക്, റിവേഴ്സ്, ഡ്രൈവ്, സ്പോർട്ട് 4 മോഡിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇതാ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളതാണ്. നമുക്കൊരു BMW-ൻ്റെ ഒക്കെ വണ്ടികളിൽ വരുന്നൊരു ഫീലാണ് ആ ഒരു ഫീച്ചർ. പിന്നെ ഇനി നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ്, ഫ്ലാഷ്, ഹസാർഡ് ബട്ടൺ, ഇൻഡിക്കേറ്റർ, ഹോണ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻജിൻ ഓൺ ഓഫ് ബട്ടണാണ്, മോട്ടർ ഓൺ ഓഫ് ബട്ടണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്, പിന്നെ ഹോൺ. അപ്പോൾ 2 ഹോൺസ് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. വെൽക്കം ടു അബാൻ മോട്ടോഴ്സ്. നമുക്ക് ഒറ്റ ചാർജിങ് ടൈം വരുന്നത് 6 hours ആണ്. 6 hours നമുക്ക് 140 റേഞ്ച് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സിന് 152 വരെ കസ്റ്റമർ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. പിന്നെ സ്പീഡ് വരുന്നത് മാക്സിമം സ്പീഡ് 85 ആണ് വരുന്നത്. നമുക്ക് ഇതിന് ഓൺ റോഡ് പ്രൈസ്, ഇൻഷുറൻസ്, ടാക്സ്, നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 196 ആണ് വരുന്നത്. 6 hours 4 യൂണിറ്റാണ് ചാർജ് ചെയ്യുന്നതിന് നമുക്ക് വരുന്നത്.
ഒരു 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം പോയൊരു 35 റുപ്പീസാണ് വരുന്നത്. നമുക്ക് ഇതിൽ 5 കളർ വേരിയൻ്റ് ആണ് വരുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെയാണ് വരുന്നത്. അതിൽ നമുക്ക് ബുക്കിംഗ് പീരീഡ് വരുന്നുണ്ട്. ബുക്ക് ചെയ്ത് 1 മന്താണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ആർടി രജിസ്ട്രേഷനും ഡ്രൈവേഴ്സിനും ആവശ്യമുള്ള ഒഡീസിയുടെ ഹോക്ക് എന്ന് പറഞ്ഞ മോഡലാണത്. ഇതിൻ്റെ വാക്ക് റൗണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്, അത് LED ആണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബൾബാണ്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും ബൾബാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ, അതുപോലെ തന്നെ അർബൻ ഡിസൈനിലൊക്കെ വരുന്നൊരു സ്ട്രീറ്റ് നേക്കഡ് ഡിസൈനിലൊക്കെ വരുന്നൊരു വണ്ടിയാണ്. അതിന് ഇഷ്ടംപോലെ ഫ്ലോർ ബോർഡിൽ സ്ഥലമുണ്ട്. ഗ്രാബ് ഹാൻഡിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രാബ് ഹാൻഡിൽ, അതുപോലെ തന്നെ സീറ്റും നല്ല നീളമുണ്ട്. 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു അർബൻ സ്കൂട്ടറാണിത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബാക്കിലും ബൾബാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്കിലെ ടയറിലേക്ക് വരികയാണെങ്കിൽ 120/70 12 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സസ്പെൻഷൻ കാണാം. സസ്പെൻഷൻ നമുക്ക് സ്വിംഗ് ആമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടറിൻ്റെ കണക്ഷൻ ഇതിൽ കാണാം ബാക്കിലെ ടയറിൽ. ബാക്കിലെ ടയർ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് നല്ല ഉണ്ടാവും. ഇനിയിപ്പോൾ വെയിറ്റ് ഉള്ള ആൾ ഓടിച്ചു കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടും. ഇനി നമുക്ക് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ ഇങ്ങനെ കുറച്ച് സ്ലീക്കായിട്ടുള്ളൊരു ഈ ഒരു ഇത്ര സൈസുള്ളൊരു മിററാണ്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ ഇതുവരെ കണ്ട ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ആദ്യമായിട്ട് കാണുന്നൊരു ഫീച്ചറാണ് ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്പീക്കേഴ്സ് അതുപോലെ തന്നെ പാട്ട് പ്ലേ ചെയ്യാം. അതിനുള്ളൊരു സീരിയാണ് ഈ കാണുന്നത്. അതിൽ നമുക്കിത് ഇവിടെ താഴെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB ചാർജർ പോർട്ടും കാണാം. വരികയാണെങ്കിൽ ഇവിടെ ഡിജിറ്റലായിട്ടുള്ളൊരു റൗണ്ടായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. അതിൽ ബേസിക് ആയിട്ടുള്ള ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ബാറ്ററിയുടെ ചാർജ് ലെവൽ. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ. കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ, ഇൻഡിക്കേറ്റർ, ഹോണ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്, ഹോണ്. ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൽ ബാക്കിലെ റിയർ പാസഞ്ചറിൻ്റെ ഫുഡ് റെസ്റ്റ് ഇവിടെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഫ്ലോർ ബോർഡാണ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത്. ഫ്രണ്ടിലെ ടയറിലേക്ക് വേണമെങ്കിൽ 100/80 12 ടയറാണ്. ഇതിൽ 5 സ്പോക്ക് അലോയ്സ്, ഡിസ്ക് ബ്രേക്ക്, അതുപോലെ ടെലസ്കോപ്പിക് ഫോർക്കും ഫ്രണ്ടിൽ കാണാം. ഇനി അണ്ടർ സീറ്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ കണ്ട 2 സ്കൂട്ടേഴ്സ് പോലെ മെയിൻ കീ ഹോൾഡല്ല സീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ചില സ്കൂട്ടേഴ്സിൽ കാണുന്ന മോഡലാണ്. ഈ അണ്ടർ സീറ്റ് കപ്പാസിറ്റി വലിയ കുഴപ്പമില്ല, കാരണം ബാറ്ററിയുടെ സ്പേസ് കുറേയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് പോകാം, ഹെൽമെറ്റ് വെക്കാൻ സ്ഥലമില്ലെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഇതിനും നമുക്ക് കണക്ഷൻ ഊരിയിട്ട് ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ബാറ്ററി ഉണ്ടെങ്കിൽ സ്വാപ്പബിളായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് രജിസ്ട്രേഷനുള്ള മോഡലാണ് വരുന്നത്. ഇത് നമുക്ക് ഹോക്ക് പ്ലസ് എന്നാണ് വണ്ടിയുടെ പേര് വരുന്നത്. ഇത് മൈലേജ് 130 ആണ് വരുന്നത്. സ്പീഡ് 50 ആണ് വരുന്നത്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 138 ആണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 4 hours ചാർജിങ് ടൈം വരുന്നത്. നമുക്ക് ബാറ്ററി പോർട്ടബിൾ ആണ്, ഊരിയെടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഒഡീസയുടെ RTO രജിസ്ട്രേഷനും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമില്ലാത്ത 2 മോഡൽസാണ് ഈ 2 വണ്ടികൾ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് ഇതിൽ വൺ ഓഫ് ദ മോഡൽസ്. ഇതിൽ ശരിക്കും ലേഡീസിനൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ കളേഴ്സുമാണ് ഈ രണ്ട് വണ്ടികളിലും വന്നിട്ടുള്ളത്. അത് E2O എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് ഇത് പിന്നെ V2+ എന്ന് പറഞ്ഞ ഡിസൈനും. ഇതിൽ രണ്ടും ഞാൻ പറഞ്ഞില്ലേ RTO രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈസി ആയിട്ട് എവിടെയും കൊണ്ടുനടക്കാം. അപ്പോൾ കൂടുതലും അതൊരു അർബൻ യൂസിന് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് നമുക്കൊരു വാക്ക് റൗണ്ട് ചെയ്യാം. ഇതിന് ഈ വണ്ടിക്ക് V2O എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹസാർഡ് നമുക്ക് ഇതിലൊരു ഫീച്ചർ ഉണ്ട്. ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത് ബൾബാണ്. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു LED യൂണിറ്റാണ്, പാർക്ക് ലൈറ്റും കാണാം. V2+ പറഞ്ഞ ഈ മോഡൽ ഈ ഒരു പാർക്ക് ലൈറ്റ് നല്ല സ്ലീക്കാണ്, ശരിക്കൊരു റോബോട്ടിക് ഡിസൈനാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഒഡീസയുടെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഹെഡ്ലൈറ്റും നല്ല രസമുള്ള ഡിസൈനാണ്. കംപ്ലീറ്റ്ലി ഒരു LED യൂണിറ്റാണ്.
അതിലും ഒരു പാർക്ക് ലൈറ്റ് സൈഡിൽ കൂടെ LED വന്നിട്ടുണ്ട്. ഒരു സ്പോർട്ടി ഡിസൈൻ ആണെങ്കിൽ മറ്റേത് കുറച്ചുകൂടിയും സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഗേളി ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഗേളി ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു റോബോട്ടിക് ഡിസൈൻ. നമ്മളിപ്പോൾ കാണുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാൻ പോകുന്ന റോബോട്ട്സിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ഡിസൈൻ തന്നെയാണ്. E2ൻ്റെ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു ചെറിയ ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പിന്നെ അതുപോലെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ മുകളിൽ വേറെ ചെറിയ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇനി ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, ഹോണ്, ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹസാർഡിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഓണും ഓഫ്, ഇവിടെ ഒരു ഹോണിൻ്റെ ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് റിവേഴ്സ് മോഡ് അവൈലബിൾ ആണ്. അപ്പോൾ റിവേഴ്സും ഡ്രൈവും മുന്നോട്ടും ബാക്കിലോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണിത്. പിന്നെ ഇത് നമുക്ക് ഡ്രൈവ് മോഡാണ്. 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ അല്ലെങ്കിൽ സ്പോർട്ട്, മീഡിയം എന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബട്ടണാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഇത് നമുക്ക് ലോക്ക്, അൺലോക്ക്, പിന്നെ ഒരു സിഗ്നലിങ്ങിനുള്ള ഒരു ബട്ടൺ കൂടിയുണ്ട്. 2 സെറ്റ് കീ കാണാം. പിന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള 2 പോക്കറ്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് വാലറ്റ്, മൊബൈൽ, അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു എന്തെങ്കിലും വലിയ ടാബോ അല്ലെങ്കിൽ മൊബൈലൊക്കെ വെക്കാവുന്ന ഗ്യാപ്പ്. പിന്നെ ഇവിടെ തന്നെ ഒരു USB പോർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് മൊബൈലോ ലാപ്പൊക്കെ ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. അത്യാവശ്യം നീളമുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലോർ ബോർഡിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും നമുക്ക് ചെറിയ ബോക്സുകളോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ആവറേജ് രീതിയിലുള്ളൊരു സീറ്റാണ്. 2 പേർക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബൾബാണ് വന്നിരിക്കുന്നത്. താഴെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് ഹാൻഡിൽ നല്ല വലിപ്പമുള്ള ഒരു ഗ്രാബ് ഹാൻഡിലാണ്. ഒരു മെറ്റാലിക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിലാണ്. ഇനി നമുക്ക് അണ്ടർ സീറ്റ് കപ്പാസിറ്റി ഒന്ന് നോക്കാം. സ്പേസ് കുറവാണ്, പരിമിതമാണ്. ബാറ്ററി ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി വേണമെങ്കിൽ പുറത്ത് വെച്ച് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി V2+ വരികയാണെങ്കിൽ സീറ്റ് അത്യാവശ്യം വലുപ്പമുള്ള സീറ്റ് തന്നെയാണ്. 2 പേർക്ക് കംഫർട്ടബിളി യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പിലിയൻ പാസഞ്ചറിനൊരു ചെറിയ ബാക്ക് റെസ്റ്റും ഉണ്ട്. ബാക്കിൽ ടെയിൽ ലാമ്പ് വരുമ്പോൾ കംപ്ലീറ്റ്ലി LED ആണ്. ഫ്രണ്ടിലെ പോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ് ഫ്രണ്ടിലെ ഡിസൈനും. ഇനി ഹാൻഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീളമുള്ളൊരു ചെറിയ സ്ലീക്കായിട്ടുള്ളൊരു സ്ക്രീനാണ്, ഡിജിറ്റലായിട്ടുള്ള സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ്, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ തന്നെ റൈഡിംഗ് മോഡ്സ് ഒക്കെ ഉള്ളത്. ഇനി ഹാൻഡിലേക്ക് ബട്ടൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ, ഹോണ്, ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിലേക്ക് പോകാനുള്ള ബട്ടൺ ഉണ്ട്. അതിന് ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്, പിന്നെ ഇവിടെ P എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ ലോ സ്പീഡിൽ ട്രാവൽ ചെയ്യാനുള്ളൊരു മോഡാണിത്. അത് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ആ ഒരു പഞ്ചർ അടയ്ക്കുന്ന ഒരു സ്ഥലം വരെ, ഒരു സേഫ് ആയിട്ടുള്ള സോണെത്തണ വരെ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഹോണ്. പിന്നെ ഇവിടെ നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത 2 പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ കീ, അതുപോലെ തന്നെ നമുക്ക് ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ഒരു അലാമിങ്ങിൻ്റെ ഒരു ബട്ടൺ കൂടി ഉണ്ട്. ഇതിനും ഒരു 2 സെറ്റിനാണ് വരുന്നതിന്. ഇനി നമുക്ക് അണ്ടർ സീറ്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ വണ്ടിയിലെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ബാറ്ററി നമുക്ക് അൺപ്ലഗ് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് പുറത്ത് വെച്ച് ചാർജ് ചെയ്യാം. മറ്റേ വണ്ടിയിലേറെ കുറച്ചും കൂടുതൽ സ്പേഷ്യസ് ആണ് ഇവിടെ അണ്ടർ സീറ്റ് കപ്പാസിറ്റി. ഇവിടെ ഗ്രാബ് ഹാൻഡിൽ കുറച്ച് ചെറുതാണ്, പക്ഷെ എന്നാലും അതിനനുസരിച്ചുള്ള നമുക്കൊരു ബാക്ക് പാസഞ്ചറിന് ബാക്ക് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത മോഡലാണ് ഈ 2 വരുന്നത്. ഇത് നമുക്ക് മൈലേജ് വരുന്നത് ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 70 ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 120 ആണ് വരുന്നത്. സ്പീഡ് 2നും നമുക്ക് 40 ആണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിങ് ടൈം വരുന്നത് 2നും 4 hours തന്നെയാണ്. അത് 0 to 100 ആവാൻ വേണ്ടിയിട്ടാണ് 4 hours വരുന്നത്. നമുക്ക് റെഡി അവൈലബിൾ ആണ് വണ്ടികൾ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനാണെന്നുണ്ടെങ്കിൽ 81 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് 110 ആണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇൻഷുറൻസ് അടക്കമാണ്. ഇൻഷുറൻസ് കമ്പൽസറി അല്ല, എന്നാലും നമ്മൾ ഇൻഷുറൻസ് പറയുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. 5 വർഷത്തേക്ക് 3 വർഷത്തേക്കാണ് ഫിനാൻസ് വരുന്നത്. ഈവൻ സ്കൂട്ടർ ആണെന്നുണ്ടെങ്കിലും ബൈക്ക് ആണെന്നുണ്ടെങ്കിലും 5 വർഷത്തേക്കും 3 വർഷത്തേക്കും വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് ഫസ്റ്റ് 3 സർവീസ് ഫ്രീ ആണ്. ഫോർത്ത് സർവീസ് വരുന്നത് 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മന്ത്, സെക്കൻഡ് 10,000 അല്ലെങ്കിൽ 6 മന്ത്സ്, തേർഡ് 20,000 അല്ലെങ്കിൽ 1 ഇയർ, ഇങ്ങനെയാണ് വരുന്നത്. ഫോർത്ത് സർവീസ് മുതലാണ് പെയ്ഡ് വരുന്നത്. പെയ്ഡ് സർവീസിന് നമുക്ക് മാക്സിമം പോയി ഒരു 600 റുപ്പീസാണ് വരുന്നത്.
പിന്നെ ബൈക്കിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 40,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. സ്കൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 26,000 ആണ് സാർ വരുന്നത്. EMI നമുക്ക് 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കിന് 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 4,000 രൂപ വരും. 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5,800 EMI വരുന്നത്. നമ്മൾ ഒഡീസയുടെ ഇവോക്കീസ് പറഞ്ഞ ബൈക്കാണ് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോകുന്നത്. ഒരു സൂപ്പർ ബൈക്ക് പോലത്തെ ഫീൽ തന്നെയാണ്. പക്ഷേ എന്നാലും സീറ്റ് ഹൈറ്റ് കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവലുണ്ട് ഇങ്ങനത്തെ ബൈക്കുകൾക്കൊക്കെ. ഇത് നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് പൊസിഷനാണ്. എൻ്റെ ഹൈറ്റ് 5'7" എനിക്ക് എൻ്റെ കാല് പകുതി താഴെ തട്ടി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കാല് തട്ടാത്തൊക്കെ ചില ഹൈറ്റുള്ള വണ്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിത് മോട്ടർ ഓൺ ചെയ്തിട്ട് ഈ റൊട്ടേഷൻ ഈ ഒരു ബട്ടൺ ഇങ്ങനെ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോവാം. നമ്മളങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ ഒരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം കുറച്ച് കൊടുത്താലേ നമുക്ക് മൂവ് ചെയ്യുള്ളൂ വണ്ടി. കാരണം വെച്ചാൽ അത് നമുക്ക് ഫസ്റ്റ് തൊട്ടേ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ 0 to 100 എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വരും. നമ്മൾ RPM കയറുന്നത് പോലെ പെട്രോൾ വണ്ടികൾ പോലെയല്ല. അപ്പോൾ ഒറ്റയടിക്ക് കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ ലാഗ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുകയും ചെയ്യും. ശരിക്കൊരു R15 ഒക്കെ ഓടിക്കുന്ന ഫീൽ തന്നെയാണ്. അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും റൈഡിങ് ഫീൽ ആണെങ്കിലും. അപ്പോൾ ഇത് ഇലക്ട്രിക് ആണെന്നുള്ളത് കണ്ടാലും ഫീൽ ചെയ്യില്ല, ഓടിക്കുമ്പോഴും ഫീൽ ചെയ്യില്ല. എന്നുവെച്ചാൽ ആ ഒരു എൻജിൻ്റെ സൗണ്ട് മാത്രമാണ് ഇതിൽ ഇല്ലാത്തത്. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഡിസൈനിങ് എലിമെൻറ്റ്സ് നല്ല രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നല്ലോണം കയറി പോകുന്നുണ്ട്. പിന്നെ പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചില കമ്പനി വണ്ടികളൊന്നും തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ വണ്ടി നമ്മൾ നോക്കിയേ വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ബോഡി വെയിറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ കിറ്റൊക്കെ നല്ല വലിയൊരു കിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസും കിട്ടുന്നത് ഓടിക്കുന്നതിൻ്റെ. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റും അതുപോലെ തന്നെ കംഫർട്ടും അനുസരിച്ചുള്ള സസ്പെൻഷനാണ്. സ്റ്റിഫല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഇപ്പോൾ സിറ്റിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും കല്ലോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു മോശപ്പെട്ട റോഡുകളിൽ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ എന്നാലും ഈ ഒരു ചെറിയ ഹമ്പുകളൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് ആണ്. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണെന്നുള്ളത്. ഈ ഒരു ചാട്ടൊക്കെ ചാടുമ്പോൾ നമുക്ക് തീരെ ഫീൽ ചെയ്യുന്നില്ല. യൂത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പോർട്ടി ബൈക്കുകളോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത്തിന് പറ്റും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആക്സിലറേഷൻ ചെയ്യുന്നതനുസരിച്ച് നമുക്കറിയാം പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലറേഷൻ നമ്മൾ തന്നെ ഓടിക്കുന്ന നമ്മളെന്തായാലും യുവാക്കളൊന്നും എന്തായാലും ഇപ്പം മൈലേജ് നോക്കിയിട്ട് ഓടിക്കൂല. അവർ എന്തായാലും മറ്റേ അതിൻ്റെ ഒരു മാക്സിമം പവറും പെർഫോമൻസൊക്കെ നോക്കിയിട്ട് പിന്നെ പതുക്കെ ഒന്ന് സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് നോക്കാം. സ്പോർട്ട് മോഡിലിടുമ്പോൾ ഡ്രൈവ് മോഡിലേറെ കുറച്ചുകൂടി പെട്ടെന്ന് ആക്സിലറേഷൻ കയറുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസും അതുപോലെ തന്നെ അക്യൂറസി ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കാരണം ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻറ്റ് നല്ല അക്യൂറേറ്റും ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നമുക്ക് വണ്ടി കംപ്ലീറ്റ് നമ്മളെ കൺട്രോൾ കിട്ടുന്നുണ്ട്. ആക്സിലറേഷനും അത്ര ആക്സിലറേഷൻ ആണെങ്കിൽ അതിൽ ബ്രേക്കിംഗ് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്ടി യൂസിന് ഇപ്പോൾ നമ്മൾ നല്ലൊരു പോക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്കൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ വണ്ടി ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ബ്രേക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ടോട്ടൽ കംഫർട്ടും റൈഡിങ് ക്വാളിറ്റിയും കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഒഡീസ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ അബാൻ മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അബാൻ മോട്ടോഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് ഷോറൂമുകളാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾ കേരള ഒരുപാട് ഡീലർഷിപ്പ് വരുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ പറ്റി നമ്മൾ വീണ്ടും പുതിയ ബ്രാൻഡുകൾ എക്സ്പ്ലോർ ചെയ്യും, അതുപോലെ തന്നെ മോഡൽ പരിചയപ്പെടും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം.